സ്വാമി സൂര്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓം എന്ന പ്രണവ മന്ത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഓം എന്ന പ്രണവ മന്ത്രത്തെ ഉപാസന ചെയ്തുകൊണ്ട് ധ്യാനം ചെയ്യുന്ന സമ്പ്രദായം. ഇത് ചാണ്ടോക്യ ഉപനിഷത്തിൽ പറഞ്ഞതാണ്. സാമവേദത്തിലുള്ളതാണ് ചാണ്ടോക്യ ഉപനിഷത്ത്. അതിൽ പറഞ്ഞതാണ് ഈ തത്വം. പഴയ കാലത്ത് ഋഷിമാരെല്ലാം ഈ ഓം എന്ന പ്രണവ മന്ത്രത്തെ ഉപാസന ചെയ്തുകൊണ്ടാണ് ധ്യാനം ചെയ്തിരുന്നത്. മിക്കവരും, എല്ലാവരുമല്ല, മിക്ക മഹർഷിമാരും. അപ്പം അതേ തന്നെ നമുക്കും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. പ്രധാനമായി വാക്സിദ്ധി ലഭിക്കും, പ്രാണശക്തി ലഭിക്കും, സമ്പൽ സമൃദ്ധിയും ലഭിക്കും. ഇതാണ് ഓം എന്ന മന്ത്രത്തെ ഉപാസന ചെയ്തുകൊണ്ട് ധ്യാനം ചെയ്താൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ. ഇത് ചാണ്ടോക്യ ഉപനിഷത്തിൽ ഊന്നി പറയുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന ഈ സ്വാമി സൂര്യ ചാനൽ രാവിലെ 5 മണി മുതൽ 6:20 വരെ ധ്യാനത്തിൻ്റെ സെഷൻ നടത്തുന്നുണ്ട്. 5 മണി മുതൽ 6 മണി വരെ ഒരു സെഷൻ, 6 മുതൽ 6:20 വരെ രണ്ടാമത്തെ സെഷൻ. രണ്ടാമത്തെ സെക്ഷൻ ലളിതാ സഹസ്രനാമവും ഓം എന്ന മന്ത്രവും ഗായത്രി മന്ത്രവും ഇതിനെ ഉപാസന ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഉപാസന ധ്യാനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ സെഷനിൽ നിത്യവും ഞങ്ങളുടെ കൂടെ ധ്യാനം ചെയ്യാം. ധ്യാനം ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുമോ, അതായത് പ്രാണശക്തി, സമ്പൽ സമൃദ്ധി, വാക്സിദ്ധി, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ ഈ ധ്യാനത്തിലേക്ക് വന്നാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. ക്ലാസ്സിൽ ഒന്നാമതായിട്ട് 95% മുകളിൽ മാർക്ക് എടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. നിത്യവും അരമണിക്കൂർ ധ്യാനം ചെയ്താൽ മതി അവർ, സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്. അപ്പോൾ അവരെയും പ്രോത്സാഹിപ്പിക്കുക. അവർക്കും ഈ IIT, IIM എന്നിവയെ ലാക്കാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് IITയിലേക്കും IIMയിലേക്കും ഈ ധ്യാനം ചെയ്യുക വഴി അവരുടെ ബുദ്ധിശക്തി വളർന്ന്, അവരുടെ മനോശക്തി വളർന്ന്, മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് അതിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, അനലൈസ് ചെയ്യുക, ധ്യാനത്തിലേക്ക് വരിക. എല്ലാവർക്കും നന്ദി.